NREG വർക്കേഴ്സ് യൂണിയൻ പടിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുക, തൊഴിൽ അടിയന്തരമായി നൽകുക, കൂലിക്കുടിശ്ശിക വിതരണം ചെയ്യുക, ഫെസ്റ്റിവൽ അലവൻസ് വിതരണം ചെയ്യുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പടിയൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് B. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. NREG ഏരിയ കമ്മിറ്റി അംഗം P. രമണി സ്വാഗതം പറഞ്ഞു. കർഷക തൊഴിലാളി നേതാവ് K. ശ്രീജ, NREG യൂണിയൻ നേതാക്കളായ സവിതാ ചന്ദ്രൻ, M. മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന് തൊഴിലപേക്ഷ പൂരിപ്പിച്ചു നൽകി. അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചില ആൾ പറഞ്ഞു, NREGയിൽ MG-NREGയിൽ ആകെ 100 ദിവസം മാത്രമേ പണിയുള്ളൂ. BBG RAMG വന്നു കഴിഞ്ഞാൽ 150 ദിവസം പണിയുണ്ടാവും അല്ലേ? അങ്ങനെ പറഞ്ഞ 150 ദിവസം. ഇനി എത്ര ദിവസം ഉണ്ട് ഈ കൊല്ലം തീരാൻ? 150 നിങ്ങൾക്ക് തെറ്റിപ്പോയതാണ്. 150 എന്നാണ് പറഞ്ഞത്. അപ്പൊ മാർഗരേഖ വന്നിട്ടും വരുമ്പോ 120 ആയിട്ടുണ്ടെങ്കിൽ അത് അതിലും വെട്ടിക്കുറഞ്ഞു എന്ന് മാത്രമല്ല, ഇനിയുള്ളത് 6 മാസമാണ്. ഈ 6 മാസത്തിൽ 3, 18, 180 ദിവസമാണ്. ഇതുവരെ ഒരു പണിയും നമുക്ക് തന്നില്ല. ഈ 180 ദിവസം കൊണ്ട് നിങ്ങൾ പറയുന്ന 120 ആണെങ്കിൽ ആ 120 പണി നൽകാൻ പറ്റുമോ? 180 ദിവസം കൊണ്ട് 120 പണിയുടെ ബസ്റ്റോൾ ഉണ്ടാക്കാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കഴിയോ? ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയോ? കഴിയില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം നമ്മൾ എടുത്ത പണി പല സ്ഥലത്ത് ഇപ്പം വെള്ളത്തിൽ വരവരച്ച പോലെയുള്ളേ, പല സ്ഥലത്തും വെള്ളത്തിൽ വരവരച്ചതുപോലെയുള്ളത്. നമ്മുടെ ലൈഫ് ഭവന പദ്ധതിയിൽ 100 പണി ആ ഭവന ഗുണഭോക്താക്കൾക്ക് NREG മുഖാന്തരം എടുത്തു കൊടുക്കണം. പല ആളുകൾക്കും അതിന്റെ പണം കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. കഴിഞ്ഞ വർഷം കഴിഞ്ഞു, മാർച്ച് മാസത്തിന് മുന്നേ പണിയെടുത്ത പല പണിയുടെയും കൂലി ഇപ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. ഇനി അങ്ങനെ വരാത്ത സാഹചര്യത്തിൽ ഇനി 150 ദിവസം 160 ദിവസം കൊണ്ട് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം നമുക്ക് പറ്റുമോ? ആ നിലയിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയോട് ഇപ്പൊ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ഈ പദ്ധതിയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നിലപാടുകൾ സ്വീകരിക്കും. എന്നാൽ ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഉത്തരവുകളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ നാടിന്റെ പ്രത്യേകതയും കൂടി വെച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കൂടുതൽ പണി നൽകാനും തൊഴിൽ സാധ്യതകൾ കണ്ടെത്താനും ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. ഈ പദ്ധതിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. 150 ദിവസം പണി തരും, പക്ഷേ കൊല്ലത്തിൽ 2 മാസം പണിയെടുക്കാൻ വേണ്ടി പറ്റൂല. 2 മാസം പണിയെടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഒരു അമ്മമ്മ എന്നോട് ചോദിച്ചാലും ഞാൻ പറഞ്ഞു, ആ 2 മാസം നിങ്ങൾ ഗുരുക്കളെടുത്ത് തടകാൻ പോടും ആയുർവേദം, അതെങ്കിലും നടക്കട്ടെ. ഈ 2 മാസം പണിയെടുക്കാൻ വേണ്ടി പറ്റില്ല. ആ 2 മാസത്തെ പണി എന്തായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആരാ? അതത് പഞ്ചായത്തുകൾ. ഇപ്പൊ പഞ്ചായത്തിന്റെ തലയിൽ അത് വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ 2 മാസം പണിയെടുക്കാത്ത മാസം ഏതായിരിക്കണം? ഇങ്ങനെ കൈയും കാലും വെട്ടി അരിഞ്ഞ് ആ കുട്ടിയോട് പറയാ, നീ ഓടിക്കോ. കൈയില്ലാത്ത, കാലില്ലാത്ത, അവയവങ്ങളില്ലാത്ത, ഒരു നിയമപരിരക്ഷയുമില്ലാത്ത ഒരു ബില്ലാക്കി, ഒരു സംവിധാനമാക്കി നമ്മുടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ മാറ്റി തീർത്തു. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് നല്ല സൗകര്യങ്ങളുണ്ട്, 150 ദിവസം പണിയെടുക്കണം, നിങ്ങൾക്ക് എല്ലാ ദിവസവും പണി കിട്ടും. പിന്നെന്താ പ്രശ്നം? ആനന്ദ ലബ്ധിക്ക് ഇനി എന്ത് വേണം എന്ന് പറഞ്ഞതുപോലെ 100 150 ആക്കിയാൽ നമ്മൾ വിചാരിച്ചത് വലിയ തട്ടിപ്പ് അതിൻ്റെ അകത്ത് നടന്നു. നമ്മുടെ കൂലി ആ സമയത്താണ് 12 രൂപ കൂട്ടിയത്. 12 രൂപ ആ സമയത്ത് കൂട്ടി. അപ്പൊ പിന്നെ നമ്മൾ കരുതി എല്ലാ കാലത്തും സ്വർഗ സമാനമായിരിക്കും ഈ തൊഴിലുറപ്പ് പദ്ധതി, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയെല്ലാം പണി ലഭിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ ഘട്ടം ഘട്ടമായി ഈ പദ്ധതി ഇല്ലാതായിരിക്കുകയാണ്. ഈ ഓണത്തിന്റെ തലേ ദിവസം NREG തൊഴിലാളികൾ ഇങ്ങനെ ഒരു പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് വന്നിരിക്കേണ്ടുന്ന ഒരു ഗതികേടുണ്ടാക്കിയത് ഈ പദ്ധതി നടത്തിപ്പിലുണ്ടായ ഏറ്റവും വലിയ പോരായ്മയാണ്. ഈ പദ്ധതിയിൽ കൂടി തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള അവകാശത്തെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്.